അമ്മായി അമ്മായി അമ്മായി. എന്താ മോളെ? അമ്മയുടെ കത്ത് വന്നു. ഒന്ന് അവിടത്തോളം ചെല്ലാൻ. ഞങ്ങൾക്ക് തിങ്കളാഴ്ചയുടെ അവധിയാ. ഞാനിന്ന് വീട്ടിൽ പോയിക്കോട്ടെ? ഇന്ന് തന്നെയോ? 6:30 മണിക്കൊരു ബസ് ഉണ്ട്. അങ്ങ് ചെല്ലുമ്പോ രാത്രിയാകത്തില്ലേ? മുരളി, മുരളി, എന്താ എടാ നീ കോട്ടയത്ത് എന്നാ പോകുന്നെന്ന് പറഞ്ഞേ? നാളെ കാലത്ത് പോകുമ്പോ ഇവിടെ കൂടെ ഒന്ന് വീട്ടിലിറക്കി വിട്ടേക്കണേ. കൊള്ളാം. മെയിൻ റോഡിൽ നിന്ന് 10-12 കിലോമീറ്റർ ഉള്ളിലേക്ക് പോണം. പെട്രോളിന് ചെലവുണ്ടേ? കാശാര് തരും? ഞാൻ തരാം. സമ്മതിച്ചേ? എന്നാ റെഡി? നീ എന്താ മോനെ ചേച്ചിയെ കൂടെ കൊണ്ടുവരുന്നത്? അമ്മായി, എന്റെ പ്രോഗ്രാം പെട്ടെന്നായിരുന്നു. അമ്മാവനോടില്ലേ? ഇല്ല. ജനാർദ്ദന, മുരളിയേട്ട് വന്നിറങ്ങുന്ന കണ്ടു. കണ്ടാ മതിയോ മോനെ? സൽക്കരിക്കേണ്ടവര് സൽക്കരിച്ചാ മതി. അവനങ്ങനെയാ. മുരളി ഒന്നും വിചാരിക്കണ്ട. ജനാർദ്ദന, അവനെ വിളിക്കണ്ട. ആ അമ്മായി, ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് കോട്ടയത്തെത്തണം. ഇരിക്കടാ മോനെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ അമ്മായി, മുരളി ഉണ്ടിട്ട് പോയാ പോരെ? എങ്കിൽ നാളെ തിരിച്ചു വരുമ്പോ ഇവിടെ നിന്ന് കളയാ. പട്ടെ. ആ അമ്മായിയേ, അമ്മായിയുടെ എരിവുള്ള മീൻകറി ഉണ്ടല്ലോ, നാളെ അത് വേണം. നീ എന്താടേ കാണിച്ചത്? നീ എന്താണ് കാണിച്ചത്? ആ കവലയിലുള്ളവർ പറഞ്ഞ കേൾക്കണം. ഒന്നിറങ്ങിയിരിക്കുന്ന ഒരുത്തന്റെ കൂടെ. ഒരുത്തന്റെ കൂടെയോ? ഞാൻ മുരളിയുടെ കൂടെയല്ലേ വന്നത്? അമ്മ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മോളെ, നിനക്കൊരാലോചന. ഇവിടുത്തെ എല്ലാ കാര്യം അറിയാവുന്നവരാ. അധികം ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ചേച്ചി ഇങ്ങനെ കഴിയുന്ന കാണുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അല്ല, അമ്മ പറയുന്ന ഒന്ന് കേട്ടേ മോളെ. എനിക്കിപ്പോ വിവാഹം വേണ്ടമേ. എന്നാ കെട്ടാച്ചക്കാട്ടിയോടെ നിന്നോ. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഇനി വിവാഹം നടത്തണ്ട. മോളെ, എന്താ മോളെ നിന്റെ മനസ്സിൽ? വേറെ വല്ല വിചാരമുണ്ടോ? മുരളിയെ മറ്റാണോ? സന്തോഷമാണോ മോളെ എനിക്ക്? അമ്മ വിളിച്ചത് കേട്ടില്ലേ? അമ്മ വിളിച്ചത് കേട്ടില്ലെന്ന്. ഇല്ല, അവിടെ വെച്ചേക്ക്.
കിടക്കുമ്പോഴും മുരളി പെർഫ്യൂം ഉപയോഗിക്കുമോ? ആ, കാണുന്ന സ്വപ്നങ്ങൾക്കും സുഗന്ധമുണ്ടാവാൻ. അയ്യോ, വേണ്ട. മോളെ, പോയി കിടക്ക്. മോനെ, നീ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പൂർണ്ണ മനസ്സോടെ ഈ അമ്മ അത് നടത്തിത്തരും. ഇല്ലെങ്കിൽ അവൾ നിന്റെ സഹോദരിയാണ്. മോളെ, ചോദിക്കാതിരുന്നാൽ ഞാൻ തെറ്റുകാരിയാവും. നീയൊരു പെണ്ണ, സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അമ്മായി, നിനക്കെന്റെ മോനെ ഇഷ്ടമാണ്? പറയൂ. നിങ്ങൾ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി, മോള് പോ. ഞാൻ മുരളിയോടൊന്ന് സംസാരിക്കട്ടെ.